സോ ഒരു അടിപൊളി പോർക്ക് കറി കണ്ടാലോ. ആദ്യം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാ പൊടികളും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മളൊരു പാൻ വെക്കുക. അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകവും പിന്നെ അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് നല്ല രീതിയിൽ മൂപ്പിക്കുക. പിന്നെ അതിന് ശേഷം അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഇടുക. നമ്മൾ ഓൾറെഡി പോർക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്, ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നെയ്യ് കുറച്ചെടുത്ത് നമ്മൾ ഈ ഉള്ളിയിലേക്ക് ഇട്ട് നല്ല രീതിയിലൊന്ന് വഴച്ചെടുക്കുക. അപ്പോൾ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ വഴറ്റി വന്നതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ പൊടികളിടുക. പൊടികളെല്ലാം ഇട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇന്നത്തെ ഈ പോർക്ക് കറി ഉണ്ടാക്കുന്ന എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയാണ്. അപ്പം നമ്മൾ അവിടെ പോയപ്പോൾ അവിടുത്തെ അമ്മ നമുക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തന്നതാണ്. അപ്പം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് നമ്മുടെ മസാലയിലിട്ട് ഇടുക. നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. എല്ലാ അടിക്കൂട്ട് നല്ല രീതിയിൽ ഇളക്കണം. ഇനിയാണ് ഇതിലേക്ക് ഒരു അടാറ് സംഭവം ഇടുന്നത്. ഈ കാണുന്നതാണ് ഇത് രമ്പയില. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പോൾ അവിടെ വീട്ടിൽ നിന്നാണ് നല്ല ടേസ്റ്റാണെന്ന് പറയുന്നത്. നമ്മുടെ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ രമ്പയില